വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് യൂസിങ് 2 by 4 ഈ 3 സംഭവങ്ങളാണ്. 2 by 4. 2 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എവിടെയാണ് നമുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡെസ്റ്റിനേഷൻ, അതിനാണ് സൂചിപ്പിക്കുന്നത്. ബൈ എന്തിനാണ്? എങ്ങനെ ട്രാവൽ ചെയ്യുന്നു, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് കാണിക്കുന്നത്. 4 അതിൻ്റെ റീസൺ എന്താണ്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് പോയതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഒരു പേർപ്പസ് എന്താണ്, അതാണ് കാണിക്കുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് കാണിക്കുന്നു. അതായത് 2 എന്തിനാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ, എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്റൻസ് പറയാമെന്ന് വെച്ചാൽ, ഐ വെൻറ്റ് ടു ദ ബീച്ച്. 2 ഐ കെയിം ബൈ ബസ്, ഓട്ടോ അല്ലെങ്കിൽ കാറ്, ട്രെയിനോ എന്താണെന്ന് വെച്ചാൽ അത് ബൈയിൽ കൊടുക്കുക, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. പിന്നെ 4 എന്താണ്? റീസണാണ്, അല്ലെങ്കിൽ ഒരു പേർപ്പസാണ്. അത് അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, വി സ്റ്റഡി ഫോർ എക്സാംസ്. എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു, എക്സാമിന് വേണ്ടി പഠിച്ചു. ഓക്കെ, ആ പേർപ്പസാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, എക്സാമിന് വേണ്ടി പഠിച്ചു. പിന്നെ കോമ്പിനേഷൻ ഓഫ് 2 and 4 എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഷീ ഗോസ് ടു ദ മാർക്കറ്റ് ഫോർ ബൈയിങ് വെജിറ്റബിൾസ്. അവൾ മാർക്കറ്റിൽ പോയി എന്തിനു വേണ്ടിയിട്ട്? വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഏത് സെൻറ്റൻസാണ് 3 പ്രപ്പോസിഷൻസും ശരിയായി യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ഹി വെൻറ്റ് ടു മുംബൈ ബൈ ട്രെയിൻ ഫോർ മീറ്റിംഗ്. സെക്കൻഡ് ഓപ്ഷൻ, ഹി വെൻറ്റ് ഫോർ മുംബൈ ടു ട്രെയിൻ ബൈ മീറ്റിംഗ്. അപ്പം എവിടെയാണ് പോയത്? ഡെസ്റ്റിനേഷൻ എവിടെയാണുള്ളത്? ടു മുംബൈ. ബൈ എങ്ങനെ പോയി? ബൈ ട്രെയിൻ. എന്തിനു വേണ്ടി പോയി? ഫോർ മീറ്റിങ്ങിന് വേണ്ടി പോയി, ഫോർ മീറ്റിംഗ്. അപ്പോൾ ഇത് ഓപ്ഷനാണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഹി വെൻറ്റ് ടു മുംബൈ ബൈ ട്രെയിൻ ഫോർ മീറ്റിംഗ്. ഓക്കെ, അതാണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രപ്പോസിഷനുള്ള സെൻറ്റൻസ് ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ, മൈ സിസ്റ്റർ ട്രാവൽസ് ടു ഹർ ഓഫീസ് by metro for her work. Second option, my sister travels for her office to metro by her work. അപ്പോൾ ഇതാണ് കറക്റ്റ്. ട്രാവൽസ് ടു ഹർ ഓഫീസ്, ഓഫീസിലേക്ക് പോയി. എങ്ങനെ പോയി? ബൈ മെട്രോ. ഫോർ ഹർ വർക്ക്, വർക്കിന് വേണ്ടി പോയി. അപ്പം ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ഞായറാഴ്ചയും അവൻ്റെ ബൈക്കിൽ ടെമ്പിളിൽ പ്രെയർ ഓടിക്കുന്നു. അതായത് ഞാൻ ഒന്നുകൂടി വായിക്കാം. എല്ലാ ഞായറാഴ്ചയും അവൻ്റെ ബൈക്ക് ഡാഷ് ടെമ്പിൾ ഡാഷ് പ്രെയർ ഡാഷ് ഓടിക്കുന്നു. അതിൽ ഏത് വേർഡ്സൊക്കെയാണ് വരിക? ഫസ്റ്റ് ഓപ്ഷൻ ഫോർ ബൈ 2. സെക്കൻഡ് ഓപ്ഷൻ 2 by 4. ടു ടെമ്പിൾ അല്ലേ? ടു ടെമ്പിൾ ബൈ പ്രെയർ ഫോർ എന്നുള്ള ആ ഒരു കേസസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, അവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ടു ടെമ്പിൾ എന്നുള്ള ആ സെക്കൻഡ് ഓപ്ഷനിലെ അത് അങ്ങോട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ കറക്റ്റ് ആവും. അതായത് ആ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ കൊടുത്തത്? ഫോർ ടെമ്പിൾ എന്നാണ്. ഫോർ ടെമ്പിൾ എന്ന് ഒരിക്കലും പറയില്ല, ടെമ്പിളിൽ പോയി ഇതാണ്. അപ്പോൾ ടു ടെമ്പിൾ എന്നാണ് പറയാം. അത് നോക്കിയാൽ മതി, ബാക്കി ഓപ്ഷൻ നിങ്ങൾക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. നാളെ നമ്മൾ ഡാഷ് ഗോവ ഡാഷ് കാർ ഡാഷ് വെക്കേഷൻ ഓടിച്ചു പോകും. ഫസ്റ്റ് ഓപ്ഷൻ 4 by 2. സെക്കൻഡ് ഓപ്ഷൻ 2 by 4. ടു ഗോവ, നേരത്തെ പറഞ്ഞ കേസ് തന്നെ. 2 നോക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. അതായത് ടു ഗോവ ബൈ കാർ ഫോർ വെക്കേഷൻ. വെക്കേഷൻ അല്ല അവിടുത്തെ പേർപ്പസ്. അപ്പോൾ ഫോർ വെക്കേഷൻ. ബൈ കാർ എങ്ങനെ? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ മലയാളത്തിലുണ്ടാവും, ആൻസർ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതണം. ഓക്കെ, അതാണ് അടുത്ത സെറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവൾ ഫ്രഷ് എയർ കിട്ടാനായി ഗാർഡനിലേക്ക് വന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ കെയിം ടു ദ ഗാർഡൻ ഫോർ ഫ്രഷ് എയർ. ഗാർഡനിലേക്ക് വന്നു എന്തിനു വേണ്ടി? ഫ്രഷ് എയറിന് വേണ്ടിയിട്ട്. ഷീ കെയിം ടു ദ ഗാർഡൻ
ഫോർ ഫ്രഷ് എയർ. എൻ്റെ സഹോദരൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ സഹോദരൻ അവൻ്റെ ജോബിന് കാറിൽ അവൻ്റെ ഫാക്ടറിയിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു. മൈ ബ്രദർ ഡ്രൈവ്സ് ടു ഹിസ് ഫാക്ടറി ബൈ കാർ ഫോർ ഹിസ് ജോബ്. ഓക്കെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൈറ്റ് സീയിങ്ങിന് ജയ്പൂരിലേക്ക് ബസ്സിൽ പോയി. വി ട്രാവൽഡ് ടു ജയ്പൂർ ബൈ ബസ് ഫോർ സൈറ്റ് സീയിങ് ലാസ്റ്റ് വീക്ക്. നമ്മൾ കാർ ഓടിച്ച് ഗോവയിലേക്ക് പോകും. വി വിൽ ഡ്രൈവ് ടു ഗോവ ബൈ കാർ. എവിടേക്ക് പോയി? ഗോവയിലേക്ക് പോയി. അപ്പോൾ ടു എങ്ങനെ പോയി? ട്രാൻസ്പോർട്ട് എന്താണ്? കാറ്. ബൈ കാർ. അപ്പോൾ വി വിൽ ഡ്രൈവ് ടു ഗോവ ബൈ കാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ എയർപോർട്ടിലേക്ക് ഓടിപ്പോയി. ഐ റഷ്ഡ് ടു ദ എയർപോർട്ട് ഫോർ മൈ ഫ്ലൈറ്റ്. ഓക്കെ, ഐ റഷ്ഡ് ടു ദ എയർപോർട്ട് ഫോർ മൈ ഫ്ലൈറ്റ്. നമ്മൾ റിലാക്സ് ചെയ്യാൻ ബീച്ചിലേക്ക് നടന്നു. വി വാക്ക്ഡ് ടു ദ ബീച്ച് ഫോർ റിലാക്സേഷൻ. എങ്ങോട്ട് പോയി? ബീച്ചിലേക്ക് പോയി. എന്തിനു വേണ്ടി പോയി? റിലാക്സേഷന് വേണ്ടിയിട്ട്. അപ്പം ഫോർ റിലാക്സേഷൻ എന്ന് വരും. പേർപ്പസാണ് അവിടെ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ അച്ഛൻ സ്കൂട്ടറിൽ ഓഫീസിലേക്ക് പോകുന്നു. മൈ ഫാദർ ഗോസ് ടു ഓഫീസ് ബൈ സ്കൂട്ടർ. എങ്ങോട്ട് പോയി? ഓഫീസിലേക്ക് പോയി. എങ്ങനെ പോയി? ബൈ സ്കൂട്ടർ. സ്കൂട്ടറിൽ മുഖേന. സ്കൂട്ടറാണ് അവിടുത്തെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. എല്ലാ രാവിലെയും ഞാൻ ഫ്രഷ് എയറിന് വേണ്ടി പാർക്കിലേക്ക് പോകുന്നു. ഐ ഗോസ് ടു പാർക്ക് ഫോർ ഫ്രഷ് എയർ ഇൻ എവറി മോർണിംഗ്. ഞാൻ വെക്കേഷനിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ഐ ട്രാവൽ ബൈ ഫ്ലൈറ്റ് ഫോർ വെക്കേഷൻ. അവിടെ ടു ഇല്ല, ബൈയും ഫോറേ ഉള്ളൂ. ചില കേസിൽ അങ്ങനത്തെ ഉണ്ടാവും, ചില കേസിൽ 2 ഉണ്ടാവുള്ളൂ, ചില കേസിൽ 3 ഉണ്ടാവും. ഓക്കെ. സാറ്റർഡേ അവൾ ഷോപ്പിങ്ങിന് വേണ്ടി മാളിൽ വന്നു. ഷീ കെയിം ടു മാൾ. എങ്ങോട്ട് പോയി? മാളിലേക്ക് പോന്നു. ഡെസ്റ്റിനേഷൻ മാളാണ് അവിടെ. ഫോർ ഷോപ്പിംഗ്. എന്തിനു വേണ്ടി? ഫോർ ഷോപ്പിങ്ങിന് വേണ്ടി. ഓൺ സാറ്റർഡേ. ഞാൻ റിലാക്സേഷന് വേണ്ടി എപ്പോഴും ഈ ഗാർഡനിൽ വരാറുണ്ട്. ഐ ഓൾവേസ് ഗോസ് ടു ദിസ് ഗാർഡൻ ഫോർ റിലാക്സേഷൻ. ഇന്നലെ ഞാൻ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയി. ഐ ഗോസ് ടു ഹോസ്പിറ്റൽ ഫോർ ചെക്കപ്പ് യെസ്റ്റർഡേ. ഞാൻ ക്ലയൻറ്റ് മീറ്റിംഗ്സിന് ബാംഗ്ലൂരിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അതെങ്ങനെയാണ് പറയാം? ഐ ഓഫൺ ഗോസ് ടു ബാംഗ്ലൂർ ഫോർ ക്ലയൻറ്റ് മീറ്റിംഗ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ മെഡിസിന് വേണ്ടി അർജൻറ്റായി മെഡിക്കൽ ഷോപ്പിൽ പോയി. ഐ ഗോസ് ടു മെഡിക്കൽ ഷോപ്പ് ഫോർ ബൈയിങ് മെഡിസിൻസ്. അടുത്ത മാസം ഞങ്ങൾ ഹോളിഡേക്ക് ട്രെയിനിൽ കേരളയിലേക്ക് പോകും. വി ഗോസ് ടു കേരള ബൈ ട്രെയിൻ ഫോർ ഹോളിഡേ ഇൻ നെക്സ്റ്റ് മന്ത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് ബസ്സിൽ ജയ്പൂരിൽ പോയി. വി ഗോസ് ടു ജയ്പൂർ ബൈ ബസ് ഫോർ സൈറ്റ് സീയിങ് ഇൻ ദ ലാസ്റ്റ് വീക്ക്. ഓക്കെ. How does your sister go to work daily? My sister goes to work daily by bus daily. Sorry, ഇന്നോട് തെറ്റിപ്പോയതാണ്. My sister goes to work by bus daily. എങ്ങോട്ട് പോകുന്നു? വർക്കിന് വേണ്ടി പോകുന്നു. എങ്ങനെ പോകുന്നു? ബൈ ബസ് മുഖേന പോകുന്നു. ബസ്സാണ് അവിടുത്തെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. Where do you see a doctor? How do you reach there? I go to the hospital by auto. ഡോക്ടർ നമ്മൾ എവിടെ കാണുക? ഹോസ്പിറ്റലിൽ അല്ലേ, അല്ലെങ്കിൽ ക്ലിനിക്കിലുണ്ടാവും. നമ്മൾ എവിടെ അങ്ങനെ എത്തിപ്പെടുക? ഏത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് മുഖേനയാണ്? ഓട്ടോ, കാറോ, ടാക്സിയോ എന്ത് മുഖേന? Where do you buy movie tickets? How do you reach the place? I bought the movie tickets from ticket counter and I reached there by scooter. സ്കൂട്ടർ മുഖേന അല്ലെ ഓട്ടോ മുഖേന അല്ലെങ്കിൽ കാർ മുഖേന എവിടെ എത്തിച്ചേർന്നു. ഹൗ ഡു യു റീച്ച് ദ എയർപോർട്ട് ലാസ്റ്റ് ടൈം? വൈ ഡിഡ് യു ഗോ? ഐ റീച്ച് ദ എയർപോർട്ട് ബൈ കാർ. കാർ മുഖേന എത്തി എയർപോർട്ടിൽ.
ആൻഡ് ഐ വെൻറ്റ് ടു റിസീവ് മൈ സിസ്റ്റർ ഫ്രം ദ എയർപോർട്ട്. ഓക്കെ, എൻ്റെ സിസ്റ്ററിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോയി. കാറ് മുഖേന പോയി, കാർ ഓടിച്ചുകൊണ്ട് പോയി. വേർ ഡു യു ബൈ ക്ലോത്ത്സ്? ഹൗ ഡു യു ട്രാവൽ ദർ? ഐ ബോട്ട് ക്ലോത്ത്സ് ഫ്രം സൂര്യ സിൽക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോപ്പിൻ്റെ പേര് എഴുതാം. ആൻഡ് ഐ ട്രാവൽഡ് ബൈ ഓട്ടോ. ഓട്ടോ മുഖേന അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് യൂസിങ് ടു ബൈ ഫോർ ഉപയോഗിച്ചിട്ട് പറയാനുള്ളത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെന്ന് കാണുക, ഈ വീഡിയോയും കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ആവും. അടുത്ത് വേറെ പ്രാക്ടീസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താലേ നമുക്ക് പ്രാക്ടീസ് ആയിട്ട് തറവാവുള്ളൂ, ക്വസ്റ്റ്യൻസ് ആയിട്ട് തറവാവുള്ളൂ. ഓക്കെ, ഓരോ വീഡിയോയിലും ഞാൻ ഓരോ ടൈപ്പ് സെക്ഷൻസാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം? സബ്ജക്റ്റ് tells us who, what the sentence is about. It can be a noun or pronoun. Noun ആവാം, pronoun ആവാം. A subject is a person, place or thing that we are talking about in the sentence. Okay, subject noun ആവാം, pronoun ആവാം. Predicate tells about the subject in the sentence. It tells us what a subject is or what it does. It gives more information about the subject. It always contains a verb. Verb എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് വെർബിലാണ് ഉണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് എ വെർബാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. മറ്റേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ കാറ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ. How do you find the subject and predicate of the sentence? For the first, you have to identify the verb in the sentence. Verb identify ചെയ്യണം ആദ്യം. Now, what is a verb in the sentence? It is sitting. Sitting എന്ന് പറയുന്നത് ഒരു വെർബാണ്. അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി തൽക്കാലം. Now, ask a question. Who or what to the verb? So, if I ask a question, who is sitting at the door? Or what is sitting at the door? Cat is sitting at the door. Cat അല്ലേ, പൂച്ചയല്ലേ അവിടെ ഇരിക്കുന്നത്. അതാണ്. What is the answer that I get? It is a cat, not simply a cat. It is because the article er modifies the noun cat. Hence, the entire part that is a cat is the subject of this sentence. And now, how do we find the predicate? ഇനി അടുത്തത് പ്രെഡിക്കേറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കുന്നത്. ടു ഫൈൻഡ് ദ പ്രെഡിക്കേറ്റ്, ലുക്ക് ഫോർ വാട്ട് ദ സബ്ജക്റ്റ് ഈസ് ഡൂയിങ്. ഓൾസോ വാട്ട് ഈസ് ദ സബ്ജക്റ്റ് കാറ്റ് ഡൂയിങ് ഹിയർ. കാറ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ. സോ സിറ്റിംഗ് അറ്റ് ദ ഡോർ ഈസ് എ പ്രെഡിക്കേറ്റ് ഓഫ് ദി സെൻറ്റൻസ്. കാറ്റ് എന്ന് പറയുന്നത് അവിടെ നൗണാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ് കാറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്താണ്? സിറ്റിംഗ് അറ്റ് ദ ഡോർ. സിറ്റിംഗ് ആണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. സിറ്റിംഗ് ആണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം അങ്ങനെ ആലോചിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ക്ലിയർ ആയോ? ഓക്കെ. നൗ ദാറ്റ് സിറ്റിംഗ് ഇസ് ദ വെർബ്, സിറ്റിംഗ് ഇസ് ദ വെർബ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ പ്രെഡിക്കേറ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. അടുത്തൊരു എക്സാമ്പിൾ തരാം. അഖിൽ ആൻഡ് റോഹിത് സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ. ഹിയർ വിച്ച് ഇസ് എ വെർബ്? ഏതാണ് വെർബ്? സ്റ്റഡി. സ്റ്റഡി എന്ന് പറയുന്നത് വെർബാണ്. പഠിക്കുക എന്നുള്ളത് വെർബാണ്. Now, we are asked to question who or what is the verb to the verb. So, who study in the same school? The answer is Akhil and Rohit. അഖിലും റോഹിത്ത് അവിടുത്തെ നൗണാണ്, സബ്ജക്റ്റാണ്. ഓക്കെ, അഖിൽ ആൻഡ് റോഹിത്താണ് സെയിം സ്കൂളിൽ പഠിക്കുന്നത്. പഠിക്കുക എന്നത് വെർബും അത് അതിനുകൊണ്ട് പ്രെഡിക്കറ്റായി മാറി. അഖിൽ ആൻഡ് റോഹിത്ത് എന്നുള്ളത് നൗണാണ്, അത് സബ്ജക്റ്റായിട്ടും മാറി, സബ്ജക്റ്റുമാണ്. Now, what are we left with the study in the same school? It gives information about the subject. So, study in the same school is a predicate of the sentence. It gives information about the subject. Now, consider this sentence.
ഷീ ഹാസ് എ ക്യൂട്ട് പപ്പി. അവൾക്ക് ഒരു ക്യൂട്ട് സുന്ദരിയായ പപ്പിക്കുട്ടിയുണ്ട്, നായ്ക്കുട്ടിയുണ്ട്. ഹിയർ ദ വെർബ് ഈസ് ആസ്. ഉണ്ട് എന്നുള്ളതാണ് അവിടെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇഫ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ക്യൂട്ട് പപ്പി ഡു? I have an answer. No. If I ask who is a cute puppy, the answer is she is the subject of the sentence. അവിടെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അവിടെ ഷീ ആണ് നൗൺ എന്ന് പറയുന്നത്, സബ്ജക്റ്റ് ആണ് ഷീ എന്ന് പറയുന്നത്. എ ക്യൂട്ട് പപ്പി ടെൽസ് us the information about the subject. So that is a predicate of the sentence. എ ക്യൂട്ട് പപ്പി എന്നുള്ളതാണ് predicate ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. സബ്ജക്റ്റ് ആൻഡ് predicate ക്ലിയർ ആയോ? ഒന്നുമില്ല. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണാണെന്ന് ആലോചിക്കാം, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വെർബാണെന്ന് ആലോചിക്കാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ചിട്ട് പറയുന്നതിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂതകാലത്തെക്കുറിച്ച് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക് ആദ്യം. ഐ വരുമ്പം, ഹീ വരുമ്പം, ഷീ വരുമ്പം, ഇറ്റ് വരുമ്പം, യു വരുമ്പം, വി വരുമ്പം, ദേ വരുമ്പം വെർബിൻ്റെ കൂടെ ഇ ഡി ഫോം വരും. ഇ ഡി, ഐ പ്ലേഡ്. അപ്പോൾ പ്ലേൻ്റെ കൂടെ, പ്ലേ എന്ന് പറയുന്ന വെർബാണ്, അതിൻ്റെ കൂടെ ഇ ഡി ഫോമും കൂടിയും വരും, പ്ലേഡ് എന്ന് വരും. അപ്പോൾ ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, ഷീ ക്ലൈംബ് ദ ഹിൽ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി, ഷീ ക്ലൈംബ്ഡ് ദ ഹിൽ യെസ്റ്റർഡേ. അപ്പോൾ ഇ ഡി ഫോം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ, they arranged the meeting yesterday. സെക്കൻഡ് ഓപ്ഷൻ, they arranged the meeting yesterday. അപ്പോൾ ഇ ഡി ഫോം വരണം. അപ്പോൾ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. they arranged the meeting yesterday. തേർഡ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. he polished his car. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, he polished his car. അപ്പോൾ ഇ ഡി ഫോം വരണം. he polished his car. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. കറക്റ്റ് സെൻറ്റൻസ് തിരഞ്ഞെടുക്കൂ. വി ഓർഗനൈസ്ഡ് ദ ഇവൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, വി ഓർഗനൈസസ് ദ ഇവൻറ്റ്. അപ്പോൾ ഇ ഡി ഫോമാണ് വരേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. വി ഓർഗനൈസ്ഡ് ദ ഇവൻറ്റ്, അതാണ് കറക്റ്റ്. ഇ ഡി ഫോം വരണം. അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ആണ്. ക്വസ്റ്റ്യൻ മലയാളത്തിൽ തരും, ഇംഗ്ലീഷിൽ നമ്മൾ ആൻസർ പറയണം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയണം. ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് ഒഴിവാക്കി. അപ്പം എന്ത് വരും? ഐ സ്കിപ്ഡ് ഇ ഡി ഫോം വന്നു. ഐ സ്കിപ്ഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ മെസ്സേജ് എത്തിച്ചു. ഷീ ഡെലിവേർഡ് ദ മെസ്സേജ്. അവൻ തൻ്റെ ഷർട്ട് അയൺ ചെയ്തു. ഹി അയൺഡ് ഈസ് ഷർട്ട്. അയൺഡ് ഇ ഡി. അവർ പ്ലാൻ ഡിസ്കസ് ചെയ്തു. ദേ ഡിസ്കസ്ഡ് ദ പ്ലാൻ. ഞങ്ങൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ പസിൽ സോൾവ് ചെയ്തു. യു സോൾവ്ഡ് ദ പസിൽ. ഇ ഡി ഫോം വന്നു. സോൾവ്ഡ്. ഞാൻ ഇന്നലെ സൺസെറ്റ് കണ്ടു. ഐ സോ ദ സൺസെറ്റ് യെസ്റ്റർഡേ. അവൾ പൂക്കൾ അറേഞ്ച് ചെയ്തു. ഷീ അറേഞ്ച്ഡ് ദ ഫ്ലവേഴ്സ്. അറേഞ്ച്ഡ് ഇ ഡി ഫോം വന്നു. അവർ ഇൻഗ്രീഡിയൻസ് അളന്നു. he measured the ingredients. അവർ ഒരു കേക്ക് ചുട്ടു. they baked the cake. ഞങ്ങൾ ഇന്നലെ ഡാൻസ് ചെയ്തു. we danced yesterday. ഇ ഡി ഡാൻസ്ഡ്. ഞാൻ വെജിറ്റബിൾസ് മുറിച്ചു. I chopped the vegetables. അവൾ പാക്കേജ് ഡെലിവർ ചെയ്തു. she delivered the package. അവൾ ഡോക്യുമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്തു. ഹി ഓർഗനൈസ്ഡ് ദ ഡോക്യുമെൻറ്റ്സ്. അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ദേ സെലിബ്രേറ്റഡ് ദ ബർത്ത്ഡേ. ഞാൻ ഡോർ തുറന്നു. അതാണ് ക്വസ്റ്റ്യൻ. ഐ ഓപ്പൺഡ് ദ ഡോർ. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഡിഡ് യു സ്റ്റഡി റീസെൻ്റ്ലി? നിങ്ങൾ എന്താണ് ഇപ്പം റീസെൻ്റായിട്ട് പഠിച്ചത്? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ED ഫോം വരണം. ഐ സ്റ്റഡീഡ് എന്ന് വരണം. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി. വെൻ ഡിഡ് യു ലാസ്റ്റ് വാക്ക് ഔട്ട്സൈഡ്? ഐ ലാസ്റ്റ് വാക്ക് ഔട്ട്സൈഡ് ഓൺ ഫ്രൈഡേ. ഫ്രൈഡേയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ദിവസം, നിങ്ങളേതാ പുറത്തു പോയ ദിവസം, അന്ന് അത് കൊടുക്കാം. ഓക്കെ. വെൻ ഡിഡ് യു ലാസ്റ്റ് വാച്ച് എ മൂവി? ഐ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് ഓൺ June 2nd. ഐ വാച്ച്ഡ് മൂവി ലാസ്റ്റ് ഓൺ June 2nd. നിങ്ങൾ എന്നാണ് ലാസ്റ്റ് ഒരു മൂവി തിയേറ്ററിൽ പോയി കണ്ടത്, അത് എഴുതാം. ഹൂ ഡിഡ് യു ഹെൽപ്പ് റീസെൻ്റ്ലി? ഐ ഹെൽപ്ഡ് മൈ മദർ റീസെൻ്റ്ലി. നിങ്ങൾ ആരെയാണോ ഹെൽപ്പ് ചെയ്തത് അത് എഴുതാം നിങ്ങൾക്ക്. വിച്ച് ഗെയിം ഡിഡ് യു പ്ലേ റീസെൻ്റ്ലി? ഐ പ്ലേഡ് ലുഡോ റീസെൻ്റ്ലി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം നിങ്ങൾ കളിച്ചെങ്കിൽ അത് എഴുതാം, റീസെൻ്റായിട്ട് കളിച്ചത്. വെർ ഡിഡ് യു ട്രാവൽ റീസെൻ്റ്ലി? ഐ ട്രാവൽഡ് ടു ആസാം ആൻഡ് മേഘാലയ റീസെൻ്റ്ലി. നിങ്ങൾ എവിടെയാണ് ലാസ്റ്റ് ട്രാവൽ ചെയ്ത് അത് എഴുതാം. ഹൂ ഡിഡ് യു കോൾ റീസെൻ്റ്ലി? ഐ കോൾഡ് മൈ ഫ്രണ്ട്സ് റീസെൻ്റ്ലി. വെൻ ഡിഡ് യു ലാസ്റ്റ് ടോക്ക് ടു യുവർ ഫാമിലി? ഐ ടോക്ക്ഡ് ടു മൈ ഫാമിലി ടുഡേ മോർണിംഗ്. നിങ്ങളെപ്പോഴാണ് സംസാരിച്ചത് അത് എഴുതിയാൽ മതി. വെൻ ഡിഡ് യു ലാസ്റ്റ് വാഷ് യുവർ ക്ലോത്ത്സ്? ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് ടുഡേ മോർണിംഗ്. ഓക്കെ. നിങ്ങളെപ്പോഴാണ് വാഷ് ചെയ്ത് നിങ്ങളെ ക്ലോത്ത്സ് അത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേറെ ഒന്നുമില്ല. സ്ട്രക്ചർ ആലോചിക്കുക. ഐ വരുമ്പോൾ, ഹി വരുമ്പോൾ, ഷീ വരുമ്പോൾ, ഇറ്റ് വരുമ്പോൾ, യു വരുമ്പോൾ, ദേ വരുമ്പോൾ, വി വരുമ്പോൾ വെർബിൻ്റെ കൂടെ ED ഫോം വരണം. ED പ്ലേഡ് എന്നൊക്കെ പറയുമ്പോൾ, സ്കിപ്ഡ്, ഡാൻസ്ഡ്, പിന്നെന്താണ് ക്ലൈംഡ് എന്നൊക്കെ പറയുമ്പോൾ ED ഫോം വരണം. ഇത്ര ആലോചിച്ചാൽ മതി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഓക്കെ. ഇത്രയും ക്ലിയർ ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് കാണാം, വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ. അതുവരെയ്ക്കും